ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാല കറിയുടെ റെസിപ്പിയാണ്. ചക്കക്കുരു കൊണ്ടുള്ള ഒരു മസാല കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ചക്കക്കുരു മസാല ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ചക്കക്കുരു ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സവാളയും ഒരു 10 ചുവന്നുള്ളിയും നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള തന്നെയായാലും മതി, ഉള്ളിയും കൂടെ ചേർക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ നമുക്ക് ചക്കക്കുരു വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. കുക്കറിലാണ് നമ്മൾ ചക്കക്കുരു വേവിച്ചെടുക്കുന്നത്. ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒരുപാട് വെന്തങ്ങ് കുഴയാൻ പാടില്ല, എന്നാൽ പാകത്തിന് വേകുകയും വേണം. അതാണ് നമ്മുടെ ചക്കക്കുരു വേകാനുള്ള പാകം എന്ന് പറയുന്നത്. കുക്കറിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഉള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ മസാല കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് അരമുറി തേങ്ങ ചിരകിയിട്ടിട്ടുണ്ട്. ഒരു 3 ചുവന്നുള്ളി ഇടാം. 4 വറ്റൽമുളക് നമുക്ക് മുറിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നവരെ വേണം വറുത്തെടുക്കാനായിട്ട്. തീയലിൻ്റെ അത്രയും മൂക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ തേങ്ങ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തേങ്ങ ഏകദേശം ബ്രൗൺ നിറമായി വരുന്നുണ്ട്, കണ്ടോ? കുറച്ചും കൂടി നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കിട്ടണം. തേങ്ങയൊക്കെ ഒരു ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ പെരുംജീരകമാണ്. അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഈ കൂട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതൊരു ചാറുകറിയല്ല, ഒരു തോരൻ ടൈപ്പ് കറിയാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 2 വറ്റൽമുളക് മുറിച്ചത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. ഇനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. 2 മിനിറ്റ് ഒരു ചെറു തീയിലൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചക്കക്കുരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്